ശബരിമലയിൽ കയറാനെത്തിയ യുവതികളിൽ ഒരാളായ ബിന്ദുവിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാത്തോലിക്കറ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ബിന്ദു നക്സലൈറ്റ് പാർട്ടിയിൽ ചേർന്നതെന്നും പിന്നീട് ഇതിന്റെ പേരിൽ ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ. ബിന്ദുവിന്റെ അമ്മയായ അമ്മിണി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അവൾ ചെറുപ്പത്തിൽ പരമഭക്തിയായി ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. 5 മക്കളാണ് എനിക്ക്, 3 ആണും 2 പെണ്ണും. പഠിക്കാൻ ഏറ്റവും മിടുക്കി ബിന്ദുവാണ്. പ്രഭാടം, നേതാജി ഹൈസ്കൂൾ, പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. കോളേജ് പഠിക്കുന്ന സമയത്താണ് നക്സലൈറ്റുകളുടെ സംഘത്തിൽ ചേരുന്നത്. ഞാൻ എതിർത്തപ്പോൾ അതൊക്കെ തന്റെ ഇഷ്ടമല്ലേ എന്നാണ് ചോദിച്ചത്. എനിക്കിഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചതിനാൽ ഏറെ നാളായി വലിയ അടുപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ ബിന്ദുവിന്റെ ശബരിമല ദർശനത്തിന് പിന്നിൽ ആരോ ഉണ്ട്. പരപ്രേരണയാലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നാട്ടിൽ നിന്ന് ബിന്ദു പോയിട്ട് 20 വർഷമായി. വീട് വെച്ച കോഴിക്കോടാണ് താമസം. കണ്ണൂരിലാണ് ജോലി ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് 3 വർഷം വരെ ഞാനുമായി ബന്ധമൊന്നുമില്ലായിരുന്നു. കുഞ്ഞു ജനിച്ചപ്പോഴാണ് വീണ്ടും ബിന്ദുവിനെ വിളിക്കുന്നത്. മകൻ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. സമരക്കാർ ഇവിടെയും വന്നു. അത് കാരണം ഉപജീവന മാർഗമായ കട തുറക്കാൻ കഴിഞ്ഞില്ല. ഒടുക്കം പോലീസിനെ വിളിച്ചു വരുത്തി. ബിന്ദു പാർട്ടിയിൽ പ്രവർത്തിച്ച് നടന്നപ്പോഴായിരുന്നു കല്യാണം. ഒരു തവണ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. ആർ ശ്രീലേഖ പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ നക്സലൈറ്റ് പാർട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരുന്നു. തന്റെ നിരപരാധിത്വം വിശദീകരിച്ചതോടെ SP അവളെ വിട്ടയച്ചു. അവൾ വന്ന് അഡ്വക്കേറ്റ് ആനി സ്വീറ്റിയുടെ ഓഫീസിൽ കയറിയപ്പോഴേക്കും വീണ്ടും പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയി. IG-യുടെ നിർദ്ദേശപ്രകാരമായിരുന്നു 2ാമത് അറസ്റ്റ് ചെയ്തത്. ഒരു ദിവസം ജയിലിലും കിടന്നു. തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ ബിന്ദു തയ്യാറാണ്, പക്ഷെ ചോദിക്കാറില്ലെന്നും അമ്മിണി പറഞ്ഞു. താൻ കോൺഗ്രസുകാരിയാണെന്നും അമ്മിണി പറയുന്നു. അതേസമയം ശബരിമല ദർശനത്തിനെത്തി തിരിച്ചിറങ്ങിയ ബിന്ദുവും കനകദുർഗയും ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടും ഇവരെ ആശുപത്രിയിൽ തുടരാൻ നിർബന്ധിക്കുകയാണ് പോലീസെന്നും പരാതിയുണ്ട്. തിരികെ ശബരിമലയിൽ പോകണമെന്നാണ് ഇരുവരും ആവശ്യപ്പെടുന്നത്. തങ്ങളെ അന്യായമായി തടവിൽ വെച്ചിരിക്കുകയാണെന്നാണ് ബിന്ദുവിന്റെ ആരോപണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദുവും പോലീസും തർക്കിക്കുന്ന ശബ്ദരേഖ സ്വകാര്യ ചാനൽ പുറത്തുവിട്ടു. ആശുപത്രിയിലും പ്രതിഷേധക്കാർ ശരണം വിളിയുമായി ഇരച്ചു കയറി. ഇവരെ കൊണ്ടുവന്ന ആംബുലൻസിന് നേരെ പ്രതിഷേധക്കാർ ചീമുട്ട എറിഞ്ഞു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ECG അടക്കമുള്ള പരിശോധനകൾ നടത്തി ഇരുവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരെയും ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തിട്ടും പോലീസ് ഇവരെ കാഷ്വാലിറ്റിയിൽ തടഞ്ഞു വെക്കുകയാണ്. തങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തു വന്ന മാധ്യമങ്ങളോട് പറയണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം തങ്ങളുടെ സമ്മതത്തോടെയല്ല തങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ബിന്ദുവും കനകയും പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.